സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്തൊക്കെ പറയണമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയത്തില്ല. കാര്യം ചുമ്മാതെ വീടിയിരിക്കുന്ന കാരണം ഒത്തിരി ന്യൂസുകളൊക്കെ കാണും. അപ്പോൾ പറ്റിയൊക്കെ ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ ഈ മാധ്യമരംഗത്ത് എന്ന് വെച്ചാൽ യൂട്യൂബ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാജൻ സക്കറിയ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് കാണാനിടയായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്ക് വളരെ ഒരു പരിഹാസ്യമായിട്ടാണ് തോന്നിയത്. 3.5 കോടി ജനങ്ങളുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു, ഏകദേശം 2-2.5 കോടിയോ എത്രയെങ്കിലും ആയിട്ട് ജനങ്ങളുള്ള ഒരു കേരളത്തിൽ ഒരു 500 പേർക്കെങ്കിലും വോട്ട് കാണും. അതിലൊരു 200 പേരെങ്കിലേ വോട്ട് രേഖപ്പെടുത്തത്തുള്ളൂ. അത് ആഗസ്റ്റ് 15-ാം തീയതിയാണ് അതിൻ്റെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 200 പേരെങ്കിലും വന്നാൽ ഭാഗ്യമായി. ഓക്കെ, അതിനകത്ത് തന്നെ കൈനീട്ടം കിട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് നല്ല കാര്യമാണ്. ഒരു സംഘടനയുള്ള ആൾക്കാർക്ക് ഈ അത്യാവശ്യത്തിന് മരുന്ന് മേടിക്കാനൊക്കെ പൈസ കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ആ ഒരു 200 പേരെങ്കിലും വോട്ട് ചെയ്യുന്നവരിടത്ത് ആര് പ്രസിഡൻ്റാകും, ആര് ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളതിനെപ്പറ്റി ഈ സാജൻ സക്കറിയയുടെ ഒരു വിവരണം. ഇത് നമുക്ക് സമൂഹത്തിന്, ഇതിപ്പോൾ അമ്മയുടെ പ്രസിഡൻ്റ് ആരായാലും നമുക്ക് സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി, അല്ല കേരളക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു പ്രശ്നവുമില്ല. ആരായിക്കോട്ടെ, അത് നടന്നോട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശ്വേതാ മേനോനും ദേവനുമാണ് ഇപ്പോൾ ലാസ്റ്റിൽ മത്സരരംഗത്തുള്ളത്. ഇവരിലാരെങ്കിലും വിജയിക്കും, ആര് വിജയിച്ചോട്ടെ, നല്ല കാര്യം. പിന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ്. ഇവരും എല്ലാരെങ്കിലും വിജയിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ എൻ്റെ ഒരു ഇതിൽ നമുക്കറിയപ്പെടുന്ന എത്രയോ താരങ്ങളുണ്ടായിരുന്നു. ശ്വേതാ മേനോനെ അറിയാം, കുക്കു പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് കേട്ടിട്ടേ ഉള്ളൂ. അവരഭിനയിച്ചൊരു ചിത്രം പോലും അറിയത്തില്ല. രവീന്ദ്രനെ പിന്നെ ചെറുപ്പകാലത്ത് ചെറിയ വില്ലനായിട്ടൊക്കെ അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക് ഇവരെ പറ്റി അറിയത്തില്ല. ദേവനെ പറ്റി അറിയാം, ദേവനെ പറ്റിയൊക്കെ അറിയാം. ഇങ്ങനെയുള്ള ഈ ഒരു സംഘടനയിൽ ആര് പ്രസിഡൻ്റായാലും സാധാരണ കേരള ജനങ്ങൾക്ക് എന്താണ് അതിനകത്ത് പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ആരും പ്രസിഡൻ്റ് ആയിക്കോട്ടെ, സാധാരണക്കാർക്ക് അതിനൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കുന്നു. ഗുഡ് നൈറ്റ്.